ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായി ദുബൈയിൽ ആയിരത്തി സ്റ്റേ ആക്കുന്നത്. ഇതാണ് ചെക്കു ബ്രോ, ഞാനടുത്താണ് ഞാൻ സ്റ്റേ ആക്കുന്നത്. അപ്പോൾ ഇച്ചൻ ചെയ്യുന്നുണ്ടെന്നല്ല, ഹീസ് വർക്കിംഗ് ആസ് എ സീനിയർ അക്കൗണ്ടന്റ്. അത് മാത്രമല്ല ഇച്ചാക്ക് ഒരു ഇൻസ്റ്റാ പേജും കൂടിയുണ്ട്. യൂസ്ഡ് ഐഫോൺസ് ഉണ്ട്. ബെസ്റ്റ് റേറ്റിന് കുറച്ച് യൂസ് ആക്കി ഐഫോൺ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ആയിക്കോ. അങ്ങനെ നോമ്പറക്കാനായപ്പോൾ സ്ഥിരം സ്പോട്ടായ KMCC തന്നെ പോയി. നോമ്പും തുറന്നൊരു ഫ്രഷ് മിൽക്കും കുടിച്ച് അടുത്തുള്ള പള്ളിയിൽ നിസ്കരിച്ചിട്ട് നേരെ റൂമിലേക്ക് വിട്ടു. ഇഷാവും എട്ടരക്കാതെ തറാവിയും നിസ്കരിച്ചു. അപ്പോൾ ചങ്ങായിമാർ വിളിക്കുന്ന ഷാർജ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാറിൽ കയറിയിട്ട് അവൻ അഫ്ലു അവൻ്റെ ഫേവറേറ്റ് സോങ് വെച്ച്. നാട്ടിൽ നിന്ന് കസിന് കൊടുക്കാനായിട്ട് ഒരു കൂട്ടം കടലാസ് കൊടുത്തിനെ. ഇപ്പൊ പകുതി ഉണ്ട്. ചോദിക്കുമ്പോൾ പറയും നമ്മളെ ജുനൈദ് തന്നെയല്ലേ. അങ്ങനെ ഷാർജ എത്തി. ഒരു സൈഡ് പാർക്കിംഗ് കിട്ടി. പാർക്കിംഗ് നാട്ടിലത്തെ മൊയ്ച്ചാൻ്റെ പൈ പോലെ നമുക്ക് വണ്ടി എടുത്ത് കെട്ടിയിട്ട് പോയിരാൻ കഴിയില്ല. നമ്മന്നെ പോയിട്ട് വണ്ടി നമ്പർ അടിച്ചിട്ട് ബുക്ക് ആക്കണം. അപ്പോൾ 1 മണിക്കൂറിന് 2 ദിറമും. അങ്ങനെ 1 മണിക്കൂറിന് പാർക്കിംഗ് സെറ്റായി. അല്ലെങ്കിൽ 100 ദിറം ഫൈൻ വരും. അങ്ങനെ ഒരു ഗ്രില്ലും അടിച്ചായിരുന്നു. അപ്പോൾ അവന് പറയുന്ന അടുത്തൊരു പെറ്റ് ഷോപ്പ് ഉണ്ട്, പോയിട്ട് നോക്കിയിട്ട് വരാം. അങ്ങനെ നേരെ അടുക്ക് വിട്ട് കുറച്ച് പെറ്റ്സിനെ കാണാം. ഒരു പൂച്ചൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ 500-800 ദിറംസ് പറയുന്നു. പൂച്ചക്കെല്ലാം പൊന്നിൻ്റെ വില അറിഞ്ഞിട്ടേ ഇല്ല. എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടായിരുന്നെങ്കിൽ നാട്ടിൽ നിന്ന് 2 എണ്ണം കൊണ്ടുവന്ന് കൊടുത്തിരാൻ. ഒരു പുലീനെ പോലത്തെ ഒരു പൂച്ചനുണ്ടോ, ബാറ്ററി ഇട്ട പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം പോകും. ഇതാ പറ്റി പുറത്തിറങ്ങി ഒന്നിനും ബാക്കി വെക്കില്ലാന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് പക്ഷീനെയും പൂച്ചനെല്ലാം കണ്ടിട്ട് ഞാൻ ആടുന്നിറങ്ങി. അപ്പണ്ട് മോനൊന്നും നാടെ പുറത്ത് കഴിഞ്ഞിട്ട് പോന്നു. അങ്ങനെ ഓനോടും സലാം പറഞ്ഞിട്ട് ഞങ്ങൾ ആടുന്നിറങ്ങി. അങ്ങനെ അടുത്ത് നേരെ കറാമ പോയി. വീർക്കുന്നൊരു ചായയും കുടിച്ചിട്ട് ഞമ്മ പിരിഞ്ഞു. അപ്പൊ എന്താക്കിയൊരു ലൈക്ക് ആക്കിയൊരു ഫോളോ ആക്കിയൊരു ദ്വായിൽ ഉൾപ്പെടുത്തിയൊരു